വടകര നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഗാന്ധി പ്രതിമ എല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ ആ പ്രതിമയെ 37 വർഷമായി വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അലൂമിനിയം കുടയുടെ പിന്നിലെ കഥ എത്ര പേർക്കറിയാം? ഒരു ചിത്രരചനാ അധ്യാപകന്റെ കരവിരുതും നാടിനോടുള്ള സ്നേഹവും ചേർന്നാണ് ഈ വ്യത്യസ്തമായ നിർമ്മിതി പിറന്നത്. വർഷങ്ങൾക്കിപ്പുറവും താൻ നിർമ്മിച്ച ആ കുട കാണാനായി വീണ്ടും എത്തിയിരിക്കുകയാണ് വില്യാപ്പള്ളി സ്വദേശി കെ കൃഷ്ണൻ മാസ്റ്റർ. 1989 വടകര മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നത്. അന്ന് ആഗസ്റ്റ് 15 അന്നത്തെ വടകര MLA ആയിരുന്ന കെ ചന്ദ്രശേഖരൻ പ്രതിമയുടെ സമർപ്പണം നിർവഹിച്ചു. എന്നാൽ മഴയും വെയിലുമേറ്റ് പ്രതിമ നശിച്ചു പോകാതിരിക്കാൻ ഒരു മേൽക്കൂര വേണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു വന്നു. തുടർന്ന് ഈ ദൗത്യം വടകര JTSലെ ഡ്രോയിങ് അധ്യാപകനായിരുന്ന കെ കൃഷ്ണൻ മാസ്റ്ററെ തേടിയെത്തുകയായിരുന്നു. പ്രതിമയുടെ ഭംഗി ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലും കാറ്റിലും മഴയിലും തകരാത്ത വിധത്തിലും ഒരു കൂട് നിർമ്മിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ കൃഷ്ണൻ മാസ്റ്റർ ആ വെല്ലുവിളി ഏറ്റെടുത്തു. സ്വന്തം സാങ്കേതിക വൈദഗ്ധ്യവും കലയും സമന്വയിപ്പിച്ച് 1989 ആഗസ്റ്റ് മാസത്തിൽ തന്നെ കുടയുടെ നിർമ്മാണം പൂർത്തിയാക്കി. കഴിഞ്ഞ 37 വർഷമായി വടകരയിലെ കടുത്ത വേനലിനെയും വൻ മഴകളെയും ഒരേപോലെ ചെറുത്തു തോൽപ്പിച്ച് ഈ കുട ഇന്നും കേടുപാടുകളില്ലാതെ തല ഉയർത്തി നിൽക്കുന്നു. ഒരു ചോർച്ച പോലും ഇന്ന് വരെ ഈ അലൂമിനിയം കുടയ്ക്ക് സംഭവിച്ചിട്ടില്ല എന്നത് മാസ്റ്ററുടെ നിർമ്മാണ വൈഭവത്തിന്റെ തെളിവാണ്. യാതൊരുവിധ പ്രതിഫലവും വാങ്ങാതെ പൂർണ്ണമായും ഒരു സേവനമെന്ന നിലയ്ക്കാണ് അദ്ദേഹം ഈ കുട നിർമ്മിച്ചു നൽകിയത്. ഈ നിർമ്മാണം തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തി നൽകിയ ഒന്നാണെന്ന് കൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. 1989 1989 ആഗസ്റ്റ് 15 ഇതിവിടെ ഉദ്ഘാടനം നടത്തി. ഈ കൊട മന്ത്രി ചന്ദ്രശേഖരൻ, അന്ന് മന്ത്രിയായിരുന്ന അദ്ദേഹം വടകരൻ്റെ MLA ആണ്. അങ്ങനെയാണ് അദ്ദേഹം ഇത് MLA ആണ് ഇത് ഉദ്ഘാടനം നടത്തിയത്, ചന്ദ്രശേഖരൻ. അപ്പം ബാലക്കുറുപ്പ് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ബാലക്കുറുപ്പിൻ്റെ പ്രേരണ കൊണ്ടാണ് ഞാനിത് ചെയ്യാൻ കാരണം, വടകര JTS എന്ന്. അപ്പം സാധാരണ ഇത് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പിന്നെ ഈ അലൂമിനിയം ഷീറ്റിൽ ഉണ്ടാക്കിയതാണ്. ഈ ഷീറ്റല്ല, ഈ ഷീറ്റാകുമ്പോഴും മഴക്കാലത്ത് തുരുമ്പ് പിടിച്ചു. അപ്പം ബാലക്കുറുപ്പ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അലൂമിനിയം ഷീറ്റേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബാലക്കുറുപ്പ് ആദ്യം മോഡൽ പോയി ബാലക്കുറുപ്പ്, പക്ഷേ ആടെ നടക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് JTSൽ വന്നത്. JTSൽ ഞാൻ പിന്നെ അപ്പോഴത്തേക്കും 23 വർഷം സർവീസിൽ, അന്ന് 28 വർഷം സർവീസ് പൂർത്തിയാക്കിയിട്ടാണ് പിന്നെ റിട്ടയറായത്. മോഡൽ കോളേജിലും 2 വർഷത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു അഭിമാനമുണ്ട്, കാരണം 37 വർഷം ഈ നാട്ടിലെ ജനങ്ങളിത് ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും കാണുന്നതുകൊണ്ട് അതിലെനിക്ക് നല്ലൊരു അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രപിതാവിനായതുകൊണ്ട് അതൊരു അഭിമാനമുള്ള കാര്യമാണല്ലോ, അവനവൻ്റെ കൈ കൊണ്ടൊന്ന് ഉണ്ടാക്കിയത്. എന്നാൽ വടകരയുടെ അടയാളമായി മാറിയ ഈ നിർമ്മിതിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഈ അധ്യാപകനെ അധികം ആർക്കും അറിയില്ല. വില്യാപ്പള്ളിയിലെ വീട്ടിൽ ഭാര്യ VK ഭാനുമതിക്കൊപ്പം വിശ്രമ ജീവിതം നയിക്കുകയാണ് ഈ പ്രതിഭ. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, JT റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു. വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസ്, നൈട്രജൻ ഫില്ലിംഗ്, ടയർ ഫിറ്റിംഗ്, വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ഫാസ്ടാഗ്, ബ്രാൻഡഡ് ടയർസ് എന്നിവയെല്ലാം ഒരു കുട കീഴിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു. മിതമായ നിരക്ക്, മികച്ച സേവനം, കൃത്യതയും സമയനിഷ്ഠതയും പ്രദാനം ചെയ്യുന്നു. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, JT റോഡ്, വടകര.